ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സവോള മാങ്ങ ക്യാരറ്റ് അച്ചാർ തയ്യാറാക്കിയാലോ. ഇതിനാവശ്യമായ ചേരുവകൾ മാങ്ങ, ക്യാരറ്റ്, സവോള എന്നിവയാണ്. മാങ്ങ നന്നായി കഴുകി തുടച്ചെടുക്കണം. ക്യാരറ്റ് തൊലി ചിരണ്ടി എടുക്കുക. സവോള തൊലി കളഞ്ഞ് വെക്കുക. മാങ്ങ കനം കുറച്ച് നീളത്തിലരിയണം. ഇതുപോലെ ക്യാരറ്റും കനം കുറച്ച് അരിഞ്ഞു വയ്ക്കണം. ഇതുപോലെ സവോളയും കനം കുറച്ച് അരിയണം. 4 കപ്പ് മാങ്ങ, 3 കപ്പ് ക്യാരറ്റ്, 2 കപ്പ് സവോള, ഇതാണ് ഇതിൻ്റെ അളവ്. 15 പച്ചമുളക് രണ്ടായി കീറുന്നത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 20 വെളുത്തുള്ളി തൊലി കളഞ്ഞത്, ഉലുവ, ഉപ്പ്, കടുക്, നല്ലെണ്ണ എന്നിവയാണ് ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ. മാങ്ങയിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് പകുതി അരിഞ്ഞു വെച്ച സവോള, അതായത് 1 കപ്പ് സവോളയും കൂടെ ഈ മാങ്ങയിലേക്കിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 5 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1 സ്പൂൺ ഉലുവ ഇടുക. ഉലുവ ഒന്ന് പൊട്ടുമ്പോൾ 1 സ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടുമ്പോൾ സിമ്മിലിട്ട് കറിവേപ്പില 4 തണ്ട് ഇതിലേക്ക് ചേർക്കുക. വെളുത്തുള്ളി 20 എണ്ണം ചേർക്കുക. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇഞ്ചി നീളത്തിലരിഞ്ഞത് ചേർക്കുക. പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കുക. ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ബാക്കി സവോള ചേർക്കുക, അതായത് 1 കപ്പ് സവോള ചേർക്കുക. ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചെറുതായി വഴണ്ടു വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യുക. അഞ്ച് മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാങ്ങ അരിഞ്ഞു വെച്ചത് ചേർക്കുക. ഇതിൻ്റെ വെള്ളം കൂടി ഇറങ്ങിയതും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഉപ്പ് നോക്കുക. ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ ഇപ്പോൾ ചേർക്കാവുന്നതാണ്. ഈ സമയത്ത് തീ ഓഫ് ചെയ്തിരിക്കണം കേട്ടോ. നമ്മുടെ സവോള മാങ്ങ ക്യാരറ്റ് അച്ചാർ റെഡി ആയിരിക്കുന്നു. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചാണെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് സൂക്ഷിക്കാം, അതിൽ കൂടുതൽ പറ്റില്ല.
അല്ലെങ്കിൽ അന്ന് തന്നെ ഇട്ട് അന്ന് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വളരെ ടേസ്റ്റിയായ ഒരച്ചാറാണിത്. എല്ലാവരും ഉണ്ടാക്കി കൂട്ടി നോക്കി അഭിപ്രായം പറയണം. താങ്ക് യു.